നാടെങ്ങും മഷ്ഹൂറാം ഫാമിലി, ആപ്പാടൻ കണ്ടി ഫാമിലി, അവിലം മുസ്ലിയർ കുലപതി, കുഞ്ഞാച്ചബി സഹധർമ്മിണി. വല്ലേരിയിൽ പഞ്ചകുസുമങ്ങൾ 5 പേരും ഇന്ന് ബർസഖിൽ. നാഥൻ മഗ്ഫിറത്ത് നൽകട്ടെ, ജന്നാത്തിൽ ഫിർദൗസിൽ ചേർക്കട്ടെ. വല്യക്കായന്റെ അടി കിട്ടിയോണ്ടാണ് നമ്മൾ ഇന്ന് ഡോക്ടർ ആയത്. പണ്ട് വല്യക്കായന്റെ അടി കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ ആവില്ലായിരുന്നു. എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ചെറിയക്കായി വാങ്ങി തരുന്ന മുട്ടായില്ലേ. പതിമക്കത്തൊതിക്കുന്നു പരിഹാരമാമീന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചുടയോനു സ്തുതിച്ചു മനമുള്ള സുറുറാകുന്നേ മുത്തിൻ വജഹവർ നടത്തിടുന്നേ കൽവിൽ പെരുത്ത മുഹബത്താലെ ഒരുത്തനെ വാത്തി അൽഹംദുലിന്നുടയോനെ യാ റഹ്മാനേ. നീ ഇപ്പൊ കണ്ണൂരാണല്ലോ. വൺ പാട്ട് പാടൂ. പാടൂ പാടൂ ശേഷം നമ്മളെ കാര്യപരിപാടികൾ വേറെ നടക്കും. തീർച്ചയായിട്ടും. ആദ്യം തന്നെ നിങ്ങൾ ഷാപ്പാടിലാണ് കയറിയത് അല്ലേ? അത് കഴിഞ്ഞിട്ട് മതി ആദ്യം. അല്ല പൊക്കിക്കോളി പൊക്കിക്കോളി, കുഴപ്പമില്ല. ഇത് നിങ്ങളെ പേരക്കുട്ടികളും കുട്ടികളും ബ്രൈക്കായും സലാക്കായൊക്കെ വന്ന് വാവക്കായിക്ക് കുറെ കുപ്പായും പുതിയ കൊണ്ടു കൊടുക്കും. നമ്മള് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് വാവക്കായിന്റെ നമുക്ക് പുതിയത്. വാവക്കായി ഇളയ മോനായതുകൊണ്ട് എന്താ എപ്പോഴും ഇങ്ങനെ ഓരോ പുതിയ പുതിയ ഡ്രസ്സ് ഇവരൊക്കെ വരുമ്പോ വാവക്കായി കുറച്ച് കഴിയുമ്പോ അത് ഒഴിവാക്കും. അത് നമുക്ക് പുതിയതായിട്ട് എടുക്കും. 8ാം ക്ലാസ്സിൽ വാച്ച് കിട്ടിയവനാ. അല്ല അന്ന് ചരിത്രമാണ് പോലൊരു. ഞങ്ങളെ ആ പ്രായത്തിലുള്ളവർക്കൊന്നും വാച്ചൊന്നും ഇല്ല. ക്ലാസ്സിൽ വരുന്നവർക്കൊന്നും. അന്ന് മൂസക്കായി ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്. റാഡോന്റെ ബാച്ചില്. റാഡോ അല്ല സിറ്റിസൺ. അപ്പൊ അന്ന് ആ വാച്ച് കെട്ടിപ്പോ ഭയങ്കര ആദരപ്പൂവിന്റെ അഴകേറും തങ്കപ്പൂ ഇടിപൊളി ഡ്രസ് കോഡിലാണല്ലോ. എന്താണ് ഇതിന്റെ രഹസ്യം? എന്തായാലും ഒരു കുടുംബസംഘമാണല്ലോ, ഫാമിലി ആയിട്ട്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഉഷാറായിട്ട് അതുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. തീർച്ചയായിട്ടും കല്യാണ്ട് പ്രത്യേകിച്ച് എല്ലാരെയും നേക്കല് വിളിക്കുകയും ചെയ്യാൻ സൗകര്യമാണല്ലോ. കൂടുതൽ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ കൂടെ കല്യാണം വിളിക്കാം. 19 തീയതി മെയ് 19 വല്യാപ്പച്ചിന്റെ കാലത്തുള്ള സംസാരങ്ങളും കുടുംബമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ബന്ധുക്കളൊക്കെ വരികയെന്നാണ് ഒരു ആവേശമായിരുന്നു. ഇന്നിപ്പോ ആവേശമല്ല. ഇന്ന് ബന്ധുക്കൾ വന്നാലും 10 മൊബൈൽ ഫോണും പിടിച്ച് അങ്ങോട്ട് എല്ലാവരും ഒന്നും ബന്ധപ്പെടാൻ കഴിയില്ല. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മാറ്റിയിട്ട് ഇനി ഫേസ് ടു ഫേസ് ഗ്രൂപ്പ് അല്ല മോനെ, നീ വല്ല മോട്ടിവേഷൻ ട്രെയിനർ ആണോ? ഞാൻ മോട്ടിവേഷൻ ട്രെയിനർ ആണല്ലോ. നിങ്ങളൊക്കെ ഉള്ള പോലെ നമ്മളെന്താണ് പറ്റൂല. നിന്റെ ഗെറ്റപ്പും സെറ്റപ്പ് ഒക്കെ കാണുമ്പോ നന്നായി ഫോട്ടോ മനുഷ്യൻ. നമ്മൾ ആ കസാക്ക് മനസ്സാലും എന്തൊരാളുണ്ടല്ലോ, അവനെ കട്ടുണ്ടല്ലോ കണ്ടിട്ട്. മോളോ അപ്പൊ എന്റെ കൂടെ പഠിച്ച നവാസിന് നീ ആരെ മോളാണ്? നീ ആരൊപ്പമാണ്? നിയാസിന്റെ ഉമ്മ മോളല്ലേ? നീ ആരോ? രാവിലെ കണ്ടതിനേക്കാളും ഉഷാറായിട്ട് എല്ലാരും എത്തുന്നുണ്ട്. അതാണ് നമ്മൾ കുടുംബം ചേർത്താനുള്ള ഇൻട്രസ്റ്റ് ആണ് വളരെ സജീവമായിട്ട് വളരെ നേരത്തെ. അല്ല ഇന്ന് എല്ലാരും ആ ഒരു പഴയകാല ഓർമ്മയാണ്. അതാണ് അതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാല്. എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ. ഞാനിന്ന് ക്ലാസ്സിൽ ജീവിതശൈലി രോഗം അല്ല പറയാൻ പോണത്, തറവാട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കാണ്. വിഷയത്തിന്റെ ടോപ്പിക്ക് മാറ്റി. കാരണം അന്ന് നടന്നു ഓടിയും ചാടി നടന്ന കാലാണല്ലോ. അങ്ങോട്ടാണല്ലോ നമ്മൾ പോകേണ്ടത്. കുടുംബ സംഗമത്തിന് എല്ലാം നെടും തൂടായി നിന്ന് ഇങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ നമ്മളെ സഹകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ പരിപാടി വളരെ വിജയകരമാണ്. ഇതുവരെ ബാക്കി കൂടി
പ്രതീക്ഷിച്ചതിലേറെ ആൾക്കാർ എത്തുകയാണ് അല്ലേ? നമ്മുടെ പുതുതലമുറക്ക് നമ്മളൊരു പാരമ്പര്യത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലേ? ഓർങ്ങര അമ്മായി നമ്മളെ വല്ലാത്തൊരു ഓർമ്മയാണ്. ഓർങ്ങര അമ്മായിന്റെ മോന് ഇന്നിപ്പോ കുടുംബസംഘം ഉണ്ടായത് മോളെ മോനെ അല്ലേ? അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടാനായല്ലോ. അമ്മമാരും വല്യപ്പന്മാരും ഉള്ള ഒരു പരിചയം ഈ തലമുറയ്ക്കും വ്യാപിപ്പിക്കുക അല്ലേ? സന്തോഷത്തോടു അതെ അതെ അതെ, ആ സ്നേഹത്തോടു കൂടിയുള്ള ആ പുഞ്ചിരി, ആ വരവന്നെ, ആ ഒരു നോട്ടം തന്നെ, മോനെ എന്നുള്ള ആ വിളിയും അതെ 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 ഒക്കെ വലിയൊരു അനുഭവമാണ് അതൊക്കെ. വൈകി എത്തിക്കൊണ്ടിരിക്കുന്ന വസന്തം പിന്നെ മസാല എല്ലാരും വാങ്ങി ഉപയോഗിക്കും. ഇവിടുത്തെ മസാല എന്റേതാണോ? മസാല അല്ല, ബേക്കറി ഇൻഗ്രീഡിയൻസ്. ഓക്കെ ഓക്കെ, ഗംഭീരമാണ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഏതായാലും കുടിച്ച വെള്ളം ചായ ഒക്കെ സൂപ്പറാ. കഴിക്കാനുള്ള ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടല്ലോ, അത് ഗംഭീരമായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് A+ തരേണ്ടത് നിങ്ങൾക്കാണ് അല്ലേ? അതിന് യാതൊരു പോരായ്മ ഉണ്ടാവില്ല. അത് ഷൈൻ എന്ന് പറയുന്നിട്ടുള്ള പുണ്യമദീനയിൽ ചെന്നിടുമോ, അവിടം ചെന്ന് മുത്ത് ഹബീബിനോടെന്റെ സലാം പറഞ്ഞിടുമോ, എന്നിഷ്ടം ഒന്ന് മുഴങ്ങിടുമോ. എന്താ ജോലി ചെയ്യുന്നത്? ഇപ്പൊ എന്താണ് ജോലി? ബിസിനസ്. ഓക്കെ ഓക്കെ, എന്ത് ബിസിനസ്? നമ്മള് സ്ഥലമുണ്ട്, ജ്വല്ലറി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഓഹോ, എല്ലാ ഫീൽഡിലും മാപ്പാടങ്ങണ്ടി ഫാമിലി കുടുംബമുണ്ട്. ഓക്കെ, വളരെ നല്ല കാര്യം. ടൂറിസം മേഖലയിലുണ്ട്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. മേപ്പാടി നമുക്ക് റിസോർട്ട് ഉണ്ട്. ഓ ഹോ ഹോ ഹോ, വയനാട് പണ്ട് ഞാൻ പോയി ആകെ വൈറലാക്കി കൊടുത്ത സ്ഥലമാണ്. ആണല്ലേ? വയനാട്ടിലേടാ? ഞാനൊരു ദിവസം പോയിട്ട് വയനാട്ടിലേ പോയി ഞാനൊരു ഡയലോഗ് അടിച്ചു. എന്തെന്നറിയോ? ഊട്ടിയൊക്കെ എന്ത് ഊട്ടി, വയനാടല്ലേ വയനാട്. നിങ്ങൾ വളരെ ശാന്തനായി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കാണല്ലേ? വളരെ ഗംഭീരമായ പരിപാടിയാണ്. എന്ത് പ്രകാശനം നടന്നത്? ഇപ്പൊ നമ്മൾ സപ്ലിമെന്റ്. സപ്ലിമെന്റ്. ഓക്കെ ഓക്കെ. ഇനി മറ്റേ നമ്മള് ഡയറക്റ്റ് പ്രകാശനം കുറച്ച് കഴിഞ്ഞാൽ വരാനുണ്ട്, എല്ലാ പരിപാടിയും ഇനി വരാനുണ്ട്. സമയക്കുറവാണുള്ളത്. വീട്ടിൽ നോക്കാനല്ലേ കാലത്തുള്ള അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഈ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ അന്നേ ഞാൻ നന്നായിട്ട് ഈ വന്ന പിന്നെ കുടുംബ സംഗമത്തില് മിക്കവാറും ആളുകൾ എന്നെ അറിയും. എന്നെ അറിയാത്തവർ വളരെ കുറവായിരിക്കും. കാരണം ഞാൻ എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുമല്ല നിങ്ങൾക്ക് മാറ്റമില്ല. അതെ, അന്നെങ്ങനെയാണോ എങ്ങനെയാണോ അത് ആ പോസിറ്റിവിറ്റി ആ അപ്പിയറൻസിലൊന്നും ഒരു മാറ്റമല്ലല്ലോ. എനിക്ക് ആരോട് സുവനീർ. ഓഹോ ഹോ 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 ഓഹോ, എന്റെയും ഫോട്ടോ ഉണ്ടായില്ലേ? അതാ ഞാൻ ക്ലാസ് ഉണ്ടല്ലേ? അല്ല, നല്ല സന്തോഷമുണ്ട് നമ്മളെ കുടുംബ വീട്ടിലല്ലേ. ഓ ഇതിൽ നമ്മുടെ എല്ലാവരെയും ഫോട്ടോ ആൾക്കാരൊക്കെ ഫോട്ടോ ഉണ്ട്. ഓക്കെ, ഈ വള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിലോ നമുക്ക് ഒരുപാട് വ്യായാമം അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പിടിക്കും, മൈക്ക് പിടിക്കുക. ഈ വള്ളി ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് വ്യായാമം ചെയ്യാതാ കണ്ടില്ലേ? ഇങ്ങനെ ചെയ്യാം. ഇനി ഈ വള്ളി വേണമെങ്കിൽ നമുക്ക് നേരെ കാലിൽ കുടുക്കിയിട്ട് കാലിൽ കുടുക്കിയത് ഇങ്ങനെ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യാം. ഇത് വേറെ ആളുകളില്ല എന്ന് പറയുന്ന ഒരു രംഗത്തോടുകൂടി കഥ അവസാനിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു ചോദ്യമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ ഈ അമ്മ എപ്പോഴെങ്കിലുമൊക്കെ ഈ വാക്ക് കേൾക്കാൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, കൊതിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് വീട്ടിലെ രക്ഷിതാക്കളൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നന്നായി എന്ന് പറയാനുള്ള ഒരു മനസ്സ് കൂടി നിങ്ങൾ കാണിക്കണം. അപ്രിസിയേഷൻ. താങ്ക് യു. നമ്മളെ ഫാമിലിയിൽ നമുക്ക് ഒരു അവസരം കിട്ടുമ്പോൾ അതൊരു വലിയ അംഗീകാരമാണല്ലോ. അതാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് മനസ്സ് പറയാൻ. ഫുഡ് സെഷനിലെ ഒരുക്കങ്ങളാണല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. എവിടെയാണ് ഒരുങ്ങുന്നത്? എവിടെയാണ് ഭക്ഷണം? നമ്മുടെ അൻവർ ഖാന്റെ നേതൃത്വത്തിൽ നല്ല രുചിയുള്ള പപ്പടം ഇവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭക്ഷണം ഇവിടെ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കാന്താരിയാണ്. ചിക്കൻ കാന്താരി വെറൈറ്റി ഫുൾ വെറൈറ്റി ആണ്. എല്ലായിടത്തും മന്തിയും ഇതാകുമ്പോൾ നമ്മൾ ഫുൾ വെറൈറ്റി സംഗമം അടിപൊളി. അടിപൊളി ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഫുഡ് അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ഉഷാറാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയുടെ അൺബോക്സിംഗ് ആണല്ലേ? ഒന്നും നോക്കാൻ അൺബോക്സിംഗ് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് വേറെ ആണ്. എല്ലാരും പക്ഷെ മുദീറുകളാണ്. കഴിവും ശേഷിയുള്ള നല്ല ഫാമിലി അല്ലേ? അതെ.
എന്റെ ബ്ലോഗ് കഴിയുമ്പോ എപ്പോഴും ഇങ്ങനെ മുങ്ങുന്നുണ്ടല്ലോ വല്ലാണ്ട്. പലപ്പോഴും നമുക്ക് അടുത്തൊരു കാണാം. രസം പറയാനും തന്നെ ഈ എനർജിയാണ് അറിയാം എല്ലാവർക്കും. നല്ല ചെറുപ്പക്കാരാണ്. ഇല്ലാത്ത കുടുംബക്കാരാണെങ്കിലും ഇതുവരെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചു. സംഘാടകർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. മദനിക്ക ഇതിന്റെ ഒരു ആവേശം എന്താ മദനിക്ക? നല്ല സന്തോഷം തോന്നുന്നു. ഒരുപാട് ഒരുപാട് ഒരു സ്വപ്നം പൂവണിഞ്ഞു അല്ലേ? ബാബുജി എങ്ങനെയുണ്ട്? എങ്ങനെ? വളരെ സന്തോഷം. ഈ മീറ്റ് വളരെ ഗംഭീരമായി എല്ലാ ആശംസകൾ അർപ്പിക്കുകയാണ് ആപ്പടംകുടി കുടുംബ സംഗമത്തിന്. എന്താണ് ഇന്നൊരു പരിപാടി കുടുംബസംഗമം ഇത്ര നാൾ വൈകിയതിനല്ലേ? വളരെ നല്ല പരിപാടി. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരും പങ്കെടുത്ത് എല്ലാ പരിപാടികളും നന്നായി. ഏതായാലും എൻ്റെ ക്ലാസ്സും നന്നായി, പിന്നെ ഷാഹിദ്മാൻ്റെ ക്ലാസ്സും നന്നായി. ഈ പ്രോഗ്രാമിന്റെ മുഴുവൻ നിയന്ത്രണം എന്താണ്? നിങ്ങൾ ഗായികല്ലേ? മോളല്ലേ? നമ്മളെ കൊണ്ട് പാടിപ്പിക്കണം. ആണോ? മോളെ എവിടെ ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. എന്തായാലും മദനിക്കാൻ്റെ അതേ ആവേശം മോക്കുണ്ട്. ഏതായാലും കൂടി എങ്ങോട്ടാ പോണേ? പാട്ട് കേട്ടപ്പോ പഴയ കാല ഓർമ്മ. ചോയ്മഠത്തിൽ ഇങ്ങനെ പാട്ടില്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കുന്നോനാരടാ അമ്പർ കാവല് വെച്ചുള്ള സംഭരമിൽ വന്നി ചേരടാ ഖൈറുൽ ബറ നബിയാർ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പമരുണ്ടെങ്കിൽ ഞാനൊന്നേ കാണട്ടെ വന്ന് ബലത്തോടെ വെള്ളം കുടിക്കട്ടെ തുമ്പിക്ക് മാമാദം പൊട്ടിയുള്ള വട്ട് കൂറിയ വാക്കിനെ കേട്ട് താരിപെട്ട് സംസാരിക സരിക പമകരി കിങ്കാരി മകരിക സകുന്തക തിന്തിങ്കുണ ചെങ്കിങ്കണ അങ്കങ്ങൾ താളം താരികിട തനുതത്തിമികാളി കൊണ്ടാനേ ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇതിന്റെ ബാക്കി ഞാൻ സ്റ്റേജ് പാടും ഇൻഷാ അല്ലാഹ്. ഇത്രയും കഴിവുണ്ടല്ലേ? പാടം കണ്ടി ആയിഷാന്റെ മോള് മോള് പാടൂലേ? ഉഗ്രൻ ക്ലാസ്സാണ്. എന്തൊരു ക്ലാസ്സാണ്. ആളുകളെല്ലാം എഴുന്നേറ്റു കൈമുട്ടി പാട്ട് പാടി ജീവിതശൈലി രോഗത്തിന്റെ നിവാരണം പറഞ്ഞു തന്ന ജംറാസിന് 1000 നന്ദി നേരുന്നു. 1000 നന്ദി നേരുന്നു. പക്ഷെ ആ പഴുത്ത മാങ്ങ കടിക്കേണ്ടതായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് സൽക്കാരത്തിന്റെ ആവേശത്തിലാണല്ലേ? ആ തിരക്കിലും ഈ ഒരു സംഗമത്തിന് വന്നതിന് 1000 അഭിനന്ദനങ്ങൾ. എവിടെ പോയാലും കുട്ടികളെയും കൂടെ എടുത്ത് നടക്കുമല്ലോ. എല്ലാവരും ഇതൊന്നുമില്ല. ഇതമ്മമാർ എന്നെ ചെയ്യണ്ടെന്നുള്ള പണിയൊന്നും അങ്ങനൊന്നുമില്ല. പറഞ്ഞു കൊടുക്കുമ്പോൾ പാട്ട് പാടി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹാപ്പി കൽബി ഖൈറുല്ലാഹ്. ഇന്നത്തെ പ്രോഗ്രാമിൽ ആവേശം നീ ഏതായാലും നല്ല അടിപൊളി. അതിന്റെ വേഗമുണ്ട്.
ഞാൻ ഡോക്ടറാണ്. ഇനി ഭയങ്കര ആവേശത്തിലാണല്ലോടാ. എല്ലാരും തിന്നാൻ ആവേശം, തീറ്റിക്കാനുള്ള ആവേശം എനിക്ക് അല്ലേ. മക്കളെ കൂടെ എപ്പോഴും ഉണ്ടാവും അല്ലേ. ആ ഷൈൻകാരാ നിങ്ങളെ. ഏതായാലും ഈ വർഷം നമ്മളെ ഫുഡ് ഇവിടുന്ന് ഷൈൻ ഈ വർഷം നമ്മൾ ഉഷാറാക്കി. ഓക്കെ. അപ്പോൾ നിങ്ങൾ അപ്പാടെ കണ്ടി ഫാമിലി ആയിട്ട് ചളിക്കോട്. ആ അങ്ങനെ ബന്ധമുണ്ടല്ലോ. ചളിക്കോട് ആമന്റെ മക്കളല്ലേ. ഓ അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഷൈനിൽ കയറി ഷൈനിൽ കയറി ഭക്ഷണം കുറെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഭക്ഷണത്തിന്റെ മേഖലയിൽ എവിടെ ഉണ്ടോ അവിടെ നീ. കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആവശ്യമുള്ള അടിസ്ഥാനമാണ്. നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം. എന്നിട്ടെങ്കിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ മറന്നുകൊണ്ട് എന്നാ കേട്ടത്. ഇപ്പം തന്നെ ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഭക്ഷണം. അല്ല ഇവന് ഭക്ഷണം കഴിപ്പിക്കും എന്നിട്ട് കഴിക്കാതെ പോകും. അതെ. എന്താണ് ബേഗം പിടിച്ച് നടക്കുന്നത്? അല്ല ബേഗ് ഏതായാലും കുറച്ച് ഭാരം പേറി നടക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. ഭാരം നല്ലതാ. അത്രയും വെയിറ്റ് നമ്മൾക്ക് കലോറി കത്തിച്ച് കളയല്ലോ. നിന്റെ വെളുമ്പലിന്റെ സ്റ്റൈലാണ് ഒരു ഒന്നൊന്നര സ്റ്റൈലാണല്ലോ. ഞാനേ ഇത് കല്യാണ പരിപാടിയിൽ വിളമ്പാനേ നിൽക്കുള്ളൂ, സപ്ലൈ ചെയ്യാൻ നിൽക്കൂല. ഇവിടെ തടിയാൻ കാണാൻ നിൽക്കാലോ. എപ്പോഴും ഫാമിലിയോട് ബന്ധമാണല്ലോ. അതാണ് ഇന്നിപ്പോ ഇന്ന് നമ്മുടെ ഫാമിലി ഒരുപാട് കാര്യം ഗൾഫിലൊക്കെ പോയി മീറ്റ് ചെയ്യാത്തൊരു ഫാമിലി മീറ്റ് ചെയ്യാൻ. ഇനിയിപ്പോ നമുക്ക് പോയല്ലേ, പണ്ടൊക്കെ നമ്മുടെ വല്യപ്പാർക്ക് വല്യമാർക്ക് ആരൊക്കെയാന്ന് അറിയായിരുന്നു. ഇപ്പൊ നമുക്കും അറിയാം. ഇനിയുള്ള ചെറുപ്പക്കാർക്കൊക്കെ മക്കൾക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഇതാണല്ലോ. അതെ അതെ. ഇത് ആസ്വദിക്കാം അല്ലേ. ചൂടത്ത് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടുന്ന് അല്ലേ. നമുക്ക് യുദ്ധം തുടങ്ങാം അല്ലേ. തീറ്റ യുദ്ധം തുടങ്ങാം. ഓക്കെ. ഇത് ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കാന്നുള്ള മത്സരം. ഓക്കെ. ഞാൻ നിങ്ങളെ തിരക്കിലാണ് ഞാൻ കണ്ടിട്ട്. ആ മാങ്ങ തിന്ന രംഗൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കിയാ. അതാണ് നൊസ്റ്റാൾജിയല്ലേ. ഫാമിലിയിലെ 2 ഹാഫ് കുട്ടികളാണ്. ആരെ മക്കളെ? കുന്നുമ്മല അമ്മായിൻ്റെ മോളില്ലേ. ഓക്കെ ഓക്കെ. നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ഓതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما صدق الله العلي العظيم. താങ്ക് യു നന്നായിട്ടുണ്ട്. നമ്മൾ അതിലെ മുഴുകിപ്പോയി. آمين والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون فإنه في أم الكتاب لدينا لعلي حكيم أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. എന്നാൽ നമ്മളെ MJ ബാച്ച്മേറ്റ്സ് എവിടെ ഉണ്ടാവും അല്ലേ. എവിടെ പോയാലും ഉണ്ടാവും. പത്തിയിൽ നമ്മളെ എൻ്റെ കല്യാണം ഉണ്ടല്ലോ ഇപ്പം അടുത്ത് മോളെ. എങ്ങനെയുണ്ട് കുട്ടികളെ? പോളിംഗ് എങ്ങനെയുണ്ട്? സൂപ്പർ പോളിംഗ്. ഓ എവർക്കും കളിയാൻ എന്ത് പറയുന്നു. വളരെ സന്തോഷം. എല്ലാവരെയും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിൽ വളരെയധികം പ്രത്യേകിച്ച് സന്തോഷം. കുടുംബ നവീകരണം, അപ്ഡേഷൻ ദൂരെയുള്ള ഇങ്ങൊക്കെ എത്തിയില്ലെന്ന് നല്ലൊരു ഇതായല്ലോ. ആ അമ്മായിൻ്റെ മോള്. അമ്മായിന് അതേ ചായ ആണെന്നല്ലേ. അമ്മായിനൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ചാച്ചയാദ്യം ഭംഗിയാക്കുന്നു. അതെ. ഇത് നമ്മൾ എത്ര കാലം ആഗ്രഹിച്ച ഒരു കൂടിച്ചേരലാണിത്. അപ്പോൾ പുതിയ തലമുറക്കും പരസ്പരം പരിചയപ്പെടാൻ, എല്ലാ ആൾക്കാർക്കും പരസ്പരം കാണാനും അറിയാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞ് ഇനി ആ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തലമുറകളെ പരിചയപ്പെടാനും. മുട്ടുതാങ്കണ്ടി കരുവല് അങ്ങാലെ
നിമിഷം തുള്ളുന്ന മോഹിതളെ വേറെ പൂവേ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ വീട്ടിലുള്ളവർ വരെ കാണാത്തൊരവസ്ഥ, പരിചയപ്പെടാത്തൊരവസ്ഥ, പാപ്പേതാണ്, മക്കളേതാണ്, വല്യാപ്പേതാണ്, വല്യമ്മേതാന്ന് അറിയാത്തൊരവസ്ഥ. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരുമിച്ച് കൂടി ഇങ്ങനത്തെ പരിപാടികൾ സന്തോഷങ്ങളെ വേണ്ടത് സന്തോഷം. ഈ സംഗമം ഇതിന്റെ വിജയമാക്കി തന്നെ ഇത് 2-3 വർഷങ്ങൾ കഴിഞ്ഞുകൂടെ നടത്താനുള്ള പ്രാർത്ഥിക്കുകയാണ്. പറയൂ. വളരെ വൈകിയാണ് എത്തിയിരിക്കുന്നത്. അറ്റൻഡൻസ് ലിസ്റ്റ് അറ്റൻഡൻസ് കൊടുക്കണം. നമ്മളെ ഡ്യൂട്ടി ബസ്. ഓക്കെ ഓക്കെ. ഇസ്ലാം സുന്നത്താണല്ലോ കുടുംബാന്തം ചേർക്കൽ വളരെ ഉഷാറാണ്. മുങ്ങാണോ മുങ്ങാണോ ഇല്ലല്ല പൊങ്ങാണോ മുങ്ങാണ്. ഇനി ഫുഡ് അവസാനത്തേക്ക് മാറ്റിയത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതെ, അവസാനം നമുക്ക് ലാവിഷായിട്ട് കഴിക്കാം. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. ആണല്ലേ, നല്ല അഭിപ്രായം, നല്ല ഫുഡാണ്. മിക്കവാറും ഷൈൻ കാറ്ററിംഗ് കൂടി തുടങ്ങേണ്ട അവസ്ഥയായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത്. എല്ലാവരും അത്രയും നല്ല അഭിപ്രായമാണ് ഫുഡിനെ കുറിച്ച്. ഓക്കെ, അമ്മായി വളരെ ഹാപ്പിയാണല്ലേ? നിങ്ങൾ എഗരൂലുള്ള എല്ലാവരും. ലൈലാത്ത വന്നിട്ടുണ്ടോ? ലൈലാത്ത എവിടെ? ലൈലാത്ത എവിടെയാ? ഞാൻ കണ്ടില്ല. ഞാൻ വേറെ ആൾ ലൈലാത്ത വിചാരിച്ച് പോയി പരിചയപ്പെട്ടു. ലൈലാത്തല്ലേ? ഞാൻ അങ്ങനെ ചോദിക്കാം അമ്മായിനോട്. ലൈലാത്തയും മക്കൾ ചെറിയ കുശലാന്വേഷണങ്ങളൊക്കെ നിങ്ങൾ പറയല്ലേ? അവിടെ അല്ലേ പോയി ശരി ചാടി പന്ത് കളി എല്ലാം കൊണ്ടും. അതെ, ഈ സംഗമം കൊണ്ട് മാറ്റമൊന്നുമില്ല കേട്ടോ. എനിക്ക് മാറ്റമൊന്നുമില്ല. അത് കുഴപ്പമില്ല. കുട്ടികളൊക്കെ ആയിപ്പോ? എനിക്ക് 3 കുട്ടികളാണ്. ഒരാള് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ ജോലി ചെയ്യുന്നു. ഓഹോ, അത്രക്ക് വലുതായി. ഇനി ഇവിടുന്ന് ആരെങ്കിലും സർജറി ചെയ്താളോ? ഇപ്പോ എന്താണ് കുന്നുമ്മൽ ഫാമിലി അറ്റൻഡൻസിൽ വിജയിച്ചിരിക്കുകയാണ്. എന്ത് പറയുന്നു? ഒന്നും പറയല്ല. നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ധന്യമാക്കി. എന്റെ പേര് നൗഫൽ. നമ്മളെ കുടുംബത്തിന് ആർക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും വില വിളിച്ചാൽ മതി. അല്ല, ഇനി എങ്ങനെ നമ്മള് കുടുംബം എങ്ങനെ വന്നായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മള് വെറും ചങ്ക് മാത്രമല്ല, കുടുംബോടിയാണ്. മുത്തേ സത്തേ പിണങ്ങല്ലേ നിങ്ങളോട്. നിങ്ങൾ ചെയ്തത് ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു അമലല്ല, വലിയ അമലാണ്. കുടുംബത്തെ ചേർത്ത് പിടിക്കാന്നുള്ള വലിയൊരു കാര്യം ഞങ്ങൾ ചെയ്തത്. സംഗമം ദുബായിൽ വെച്ച് നടക്കേണ്ടി വരും. അടുത്ത പ്രാവശ്യം ദുബായിൽ ഇവിടെ ഇറക്കുമതി ചെയ്യണല്ലോ. അല്ല, കാര്യം അടുത്ത പ്രാവശ്യങ്ങളെ ഒരു പ്ലെയിൻ അങ്ങ് ഇറക്കിയാൽ മതി. ഇലക്ഷനിൽ ഇറക്കുമ്പോൾ എല്ലാവരും കൂടെ ഇറക്കാം. കുടുംബമൊക്കെ ഒപ്പിച്ചിട്ട് എൻജോയ് ചെയ്തു അല്ലേ? കുടുംബ ബന്ധങ്ങളൊക്കെ അറിയാൻ പറ്റിയില്ലേ? എന്താണ് നമ്മുടെ സംഗമത്തിൽ നിന്ന് കിട്ടിയ ഒരു മുത്താണ് നിങ്ങൾ? ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ, MA റഹ്മാൻ ലൈറ്റിൽ എന്ന് പറയും. മണിദീപമേ മക്കി മദീന നിലാവേ മക്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉദഗാംബേ
ശംസുൽ ഹുദാവേ. നാടെങ്ങും മഷൂറാം ഫാമിലി, ആപ്പാടൻ കണ്ടി ഫാമിലി, അവിലൻ മുസ്ലിയർ കുലപതി, കുഞ്ഞാറ്റബി സഹധർമ്മിണി, കാരക്കുന്നുമ്മൽ താമസം ഹാജി സീമന്തൻ, കാരക്കുന്നുമ്മൽ താമസം അഹമ്മദ് കുട്ടി ഹാജി സീമന്തൻ, ആപ്പാടൻ കണ്ടിക്കൂടമസ്തൻ മഷൂറം അബൂബക്കർ ഹാജിയും. കാന്തപുരത്തിൻ ചരിത്രത്തിൽ ഇരുവരും ഉജ്ജ്വല ജ്യോതിസുകൾ, മതസാമൂഹിക രംഗത്ത് വിപ്ലവം തീർത്ത താരങ്ങൾ. നാടെങ്ങും മഷൂറാം ഫാമിലി, ആപ്പാടൻ കണ്ടി ഫാമിലി, അവിലം മുസ്ലിയാർ കുലപതി, കുഞ്ഞാറ്റബി സഹധർമ്മിണി. നാടിൻ വെളിച്ചം ചോയിമഠം ഭൗതിക കലാലയം സ്ഥാപിച്ചു, അധ്യാപന വൃത്തിയിൽ നാടിനായി ജീവിതം സമർപ്പിച്ച സോദരർ. നാടിൻ വെളിച്ചം ചോയിമഠം ഭൗതിക കലാലയം സ്ഥാപിച്ചോർ, അധ്യാപന വൃത്തിയിൽ നാടിനായി ജീവിതം സമർപ്പിച്ച സോദരർ. ഖദീജ മറിയം ആമിന തയ സഹോദരി കുസുമങ്ങൾ, ഖദീജ മറിയം ആമിന ത്രയ സഹോദരി കുസുമങ്ങൾ, എകരുൾ മങ്ങാടി ചാളിക്കോടും രാജ്ഞികളായി വിരാജിച്ചോർ. നാടെങ്ങും ശാഖോപശാഖകൾ 700-ൽ പരം പൗത്രന്മാർ, നാടിൻ്റെ സേവന രംഗത്ത് പരിലസിക്കും കുടുംബക്കാർ. ഹാഫിലുകൾ പ്രവാസികൾ 15-ൽ പരം വിശ്വഗരർ, 100-ൽ പരം എഞ്ചിനീയർമാർ, തേൻതുള്ളിയായ അധ്യാപകർ. നാടെങ്ങും മഷൂറാം ഫാമിലി, ആപ്പാടൻ കണ്ടി ഫാമിലി, അവിലം മുസ്ലിയർ കുലപതി, കുഞ്ഞാറ്റബി സഹധർമ്മിണി. എണ്ണിപ്പറഞ്ഞാൽ തീരില്ല അപദാനങ്ങൾ വാഴ്ത്തണ്ട, നാടിൻ്റെ നന്നാക്കെന്നെന്നും നാഥൻ തുണക്കട്ടെ യാ റഹീം. നാടെങ്ങും മഷൂറാം ഫാമിലി, ആപ്പാടൻ കണ്ടി ഫാമിലി, അവിലം മുസ്ലിയാർ കുലപതി, കുഞ്ഞാറ്റബി സഹധർമ്മിണി. നാടെങ്ങും മഷൂറാം ഫാമിലി, ആപ്പാടൻ കണ്ടി ഫാമിലി, അവിലം മുസ്ലിയാർ കുലപതി, കുഞ്ഞാറ്റബി സഹധർമ്മിണി. താങ്ക് യു.